എന്നാ ഉണ്ട് വിശേഷമൊക്കെ? സുഖമാണ് എല്ലാവർക്കും. നമ്മൾ ഇങ്ങനെ വന്നിട്ട് കുറച്ച് ദിവസമായല്ലേ, ഒരു വഴിക്ക് അങ്ങ് പോയതാ. അന്ന് ഓഫ് തുടങ്ങുന്നതിന് മുമ്പായിരുന്നു. ഓഫ് അന്നും പറഞ്ഞ് പോയതാ. പക്ഷെ ഓഫ് കിട്ടിയിട്ടൊന്നും കാര്യമൊന്നും ഇല്ലെന്നേ. 2 ദിവസം വീക്കെൻഡ് ആയിട്ട് പോയി, സാറ്റർഡേ സൺഡേ. അത് കഴിഞ്ഞിട്ട് പിന്നെ മൺഡേ കൊച്ചിന് ക്ലാസ് ഓൺലൈൻ മാറി, ഫേസ് ടു ഫേസ് സ്കൂൾ തുറക്കുന്ന ദിവസമായിരുന്നു. അത് അങ്ങനെ അങ്ങ് പോയി. പിന്നെ ഇന്നലെ ഇന്നൊക്കെ എങ്ങനെയോ പോയെന്ന് എനിക്കറിയത്തില്ല. ഇന്ന് പിന്നെ ഫുള്ള് കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ ആയിരുന്നു. പിന്നെ നിങ്ങളുടെ വിശേഷമൊക്കെ പറ. സുഖമാണോ? ഞാൻ കുറച്ച് മാവ് അരച്ചു വെക്കുമായിരുന്നു നാളത്തേന്. ഇനിയിപ്പോൾ എനിക്ക് 2-3 ദിവസം ഡേ ആണേ, ജോലിയാ. അപ്പം മാവ് അരച്ച് വെച്ചേക്കാണെങ്കിൽ ഒരു ദിവസം ഇഡലി, ഒരു ദിവസം ദോശ ഇതുണ്ടോ. പക്ഷെ ഞാൻ അരച്ചു വെച്ചാലേ പൊങ്ങുകയല്ലെന്നേ. ചിലരുടെ കൈക്കില്ലേ ജസ്റ്റ്, പക്ഷെ തൊട്ട ഇങ്ങനെ ജസ്റ്റിയുടെ നന്നായിട്ട് ജസ്റ്റ് അരച്ചു വെച്ചാൽ പുളിക്കും. പക്ഷെ വരികയില്ല. അതുകൊണ്ട് ഞാൻ അരച്ചു വെച്ചിട്ട് ഞാൻ ഇവനെ ഒന്ന് പുതപ്പിച്ച് കിടത്താന്ന് വിചാരിച്ചു, ബ്ലാങ്കറ്റിനകത്ത്. നിങ്ങളവിടെ ചെയ്യാറുണ്ടോ? നമ്മളിവിടെ തണുപ്പൊക്കെ ഉള്ളിടത്ത് ചെയ്യുന്ന ഇങ്ങനെ ഉണ്ടോ, ഈ പുതപ്പ് വെച്ച് ഇങ്ങനെ പുതപ്പിച്ച് അങ്ങ് കിടത്തും. ഈ പുതപ്പ് എവിടെയെങ്കിലും നിങ്ങൾക്ക് പരിചയം ഉണ്ടെങ്കിൽ തികച്ചും സ്വാഭാവികം മാത്രം. എസ്പെഷ്യലി എത്തിഹാദ് എയർവേസ്. ഞാൻ അടിച്ചു മാറ്റിയതല്ല കേട്ടോ, ജെസ്സിയുടെ മമ്മി അടിച്ചു മാറ്റിയതാ. പുള്ളിക്കാരത്തി അമേരിക്കയിൽ വന്നപ്പോൾ അടിച്ചു മാറ്റിക്കൊണ്ട് വന്ന ഫ്ലൈറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മിച്ചം കൊണ്ട് പുള്ളിക്കാരത്തേക്ക് തണുപ്പ് കാണാൻ പുതച്ചിറങ്ങിയതാ കേട്ടോ. അന്ന് എനിക്ക് കിട്ടിയ പുതപ്പാണേ. ഇത് മൈക്രോവേവിനകത്ത് വെച്ചിട്ട് വരാം. പിന്നെ പറയൂ, വാർത്തകൾ വിശേഷങ്ങളൊക്കെ ഉണ്ടോ? കപ്പളങ്ങ എൻ്റെ ഫേവറേറ്റ്. വീട്ടിൽ കളഞ്ഞാൽ പപ്പ പറഞ്ഞു ബ്ലൂ ലേഡിയാന്നേ. ആക്ച്വലി ഞാൻ അത് പറയാനൊന്നും വന്നല്ല കേട്ടോ. ഞാൻ സാധാരണ ഇമ്മാതിരി വള്ളികൾ കയറി പിടിക്കാത്തതാണ്. പക്ഷെ ഇത് കണ്ടപ്പോൾ എനിക്ക് പറയണം എന്ന് തോന്നി അതിനെക്കുറിച്ച്. ആൾക്കാരുടെ കമന്റ്, അത് വഴി എല്ലാം വെട്ടി അറഞ്ചം പുറഞ്ഞും വെട്ടിക്കളഞ്ഞു. വാ, നല്ല മണം, പൊളി, നല്ല സാധനമാണേ. നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയത്? ഞാനൊരു കാര്യം പറയാൻ വന്നതാന്നല്ലേ. എന്നാ കാര്യം എന്നല്ലേ ഞാൻ അതാ പറഞ്ഞത്. സാധാരണ ഇമ്മാതിരി വള്ളികളൊന്നും ഞാൻ കയറി പിടിക്കാത്താണ്, എനിക്ക് താല്പര്യമില്ല. പക്ഷെ ഇത് മിക്കവാറും ഈ ഒരു അഭിപ്രായത്തോടു കൂടി ഞാൻ എയറിലും ആ പോയ പോക്ക് ബഹിരാകാശത്തും ആകാൻ ചാൻസ് ഉണ്ട്, എനിക്കറിയാം. എന്നാലും പറയണമെന്ന് തോന്നി. കഴിഞ്ഞ ദിവസം നമ്മളെല്ലാം കണ്ടതല്ലേ, പത്രത്തിൽ കിടക്കുന്നുണ്ട്. ചെങ്ങന്നൂര് ഒരപ്പച്ചൻ മരിച്ചു. അത് കഴിഞ്ഞിട്ട് അപ്പച്ചന്റെ മക്കള്, അപ്പച്ചന്റെ ബ്രദറും വീട്ടിലെ ജോലിക്കാരിയും കൂടെ സ്വത്ത് തട്ടിയെടുത്തെന്നോ, അപ്പച്ചന്റെ സ്വത്ത് മൊത്തം അപ്പച്ചന്റെ ബ്രദറിന്റെ പേരിലായെന്നോ ഒക്കെ പറഞ്ഞിട്ട് അപ്പച്ചന്റെ മരുമകളും മക്കളും ഒക്കെ കേസ് കൊടുത്തൊക്കെ നിങ്ങൾ കണ്ടതല്ലേ. ആ ന്യൂസ് എല്ലാം കണ്ടപ്പോ ഞാൻ ഇന്നലെ രാത്രിയൊക്കെ അത് കാണുമായിരുന്നേ. അപ്പൊ അതിനകത്ത് എല്ലാ ആൾക്കാരും, ഒരു 99 അല്ലെ ഒരു 98% ആൾക്കാരും ഈ മക്കളെയാ കുറ്റം പറയുന്നേ. ആൾക്കാർ പറയുന്നതാണ് മക്കളുടെ ഭാഗത്തല്ലേ തെറ്റ്, എന്തിനാ അവര് കാരണവന്മാരെ ഇട്ടിട്ട് പോയത്, എന്താ കാരണവന്മാർക്ക് പ്രായമാകുമ്പം നോക്കേണ്ടത് മക്കളല്ലേ, അപ്പൊ പിന്നെ മക്കൾ അവസാനം സ്വത്ത് മാത്രം മക്കൾക്ക് മതി, അവസാനം അപ്പച്ചൻ മരിച്ചു കഴിയുമ്പോ സ്വത്തിന് വന്നേക്കും, അതാ ഇതാ നന്നായി പോയി അനിയൻ എഴുതി വെച്ചതില്ലെന്നൊക്കെ പറഞ്ഞിട്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ അത്ര ആ മരുമകള് അവരുടെ ഹസ്ബൻഡ് മരിച്ചു പോയതാ. പിന്നെ ഉള്ളത് ആ പുള്ളിക്കാരത്തി. പിന്നെ എന്നാ ചെയ്യുന്നേ? ആ അപ്പച്ചനെ നോക്കി നാട്ടിൽ നിൽക്കണോ? അവരുടെ മക്കൾക്ക് വേണ്ടി അവർക്ക് ജീവിക്കണ്ടേ, അവർക്ക് ഭക്ഷണം കഴിക്കണ്ടേ, അവർക്ക് മുന്നോട്ട് ജീവിക്കണ്ടേ, മക്കളെ പഠിപ്പിക്കണ്ടേ? അതല്ല നമ്മൾ ആരെങ്കിലും അവർക്ക് ചെലവിന് കൊടുക്കുവോ? പിന്നെ മകള് UK-ലാ. അപ്പൊ പിന്നെ ഒരു മകനും മകളും ഉള്ളു. മകൻ മരിച്ചുപോയി, പിന്നെ മകള് UK-ലാണ്. അപ്പച്ചനെ നോക്കാൻ പറ്റിയൊരു സാഹചര്യം ആയിരുന്നു കാണുകയില്ല. അപ്പച്ചനെ നോക്കാൻ ജോലിക്കാരെ വെച്ചു. ഇന്നിപ്പോ നമ്മുടെ നാട്ടില് എസ്പെഷ്യലി മധ്യ തിരുവിതാംകൂർ, പത്തനംതിട്ട, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം ആ സൈഡിലോട്ടൊക്കെ, തിരുവല്ല ആ സൈഡിലോട്ട് മൊത്തം ഇതുപോലെ. എനിക്കൊന്നൊരു 80% അല്ലേ ആ മണ്ടയില് കാരണവന്മാര് തന്നെയാ. അതിപ്പോ മക്കൾക്ക് കാരണവന്മാരെ നോക്കാൻ ഇഷ്ടമില്ലഞ്ഞിട്ടൊന്നും അല്ലല്ലോ, സാഹചര്യം അങ്ങനല്ലേ. പക്ഷെ എല്ലാരും ആരും ആ മകളുടെ സൈഡ് പറയുന്നത് കണ്ടിട്ടില്ല കേട്ടോ, മക്കളുടെ. പക്ഷെ എനിക്കത് കണ്ടപ്പോ എന്തോ പോലെ തോന്നി. അതാ ഞാൻ പറഞ്ഞത്, ഇതോടെ മിക്കവാറും ഞാൻ ബഹിരാകാശ സഞ്ചാരം ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമെന്ന്. എന്നാൽ നമുക്ക് പറയേണ്ടത് പറയണ്ടേ? നമുക്ക് അറിയില്ലല്ലോ. അവര് കേസ് കൊടുത്തിട്ടുണ്ട്, കല്ലറ ഇന്നലെ കണ്ട് പൊളിച്ചെന്ന് തോന്നുന്നു. പോസ്റ്റ്മോർട്ടം റീപോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. തന്നെ മരം. നമ്മുടെ നാട്ടില് പണ്ടെന്നൊക്കെ പറഞ്ഞ എല്ലാ വീട്ടിലും 5-6 പിള്ളേരും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് 1-2 പിള്ളേരൊക്കെ ഉള്ളൂ. അപ്പൊ എല്ലാരും ജോലി അവനവന്റെ കാര്യമൊക്കെ ആയിട്ട് വിദേശത്താകുമ്പോ കാരണവന്മാര് തന്നെ ഇപ്പൊ. പിന്നെ വളരെ കുറച്ച് ആൾക്കാർ കാരണവന്മാരേ ഉള്ളൂ പിള്ളേരോടത് വിദേശത്ത് പോയി നിൽക്കുന്നൊക്കെ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നാട്ടിലല്ലേ, ഇവിടെ അത് തന്നെയാണല്ലോ. ഏപ്രിൽ, മെയ് നാട്ടിൽ അവധിയാ. സ്കൂളുകൾക്കൊക്കെ അവധി, സ്കൂൾ കോളേജിനൊക്കെ അവധി.
എന്റെ പപ്പായുടെ അല്ല എന്റെ ആങ്ങളുടെ കൊച്ചു വീട്ടിൽ നിന്ന് പഠിക്കുന്നതുകൊണ്ട് ഞാൻ എന്റെ പപ്പായോടും മമ്മിയോടും പറഞ്ഞു, ഇപ്പൊ അവൾക്ക് സ്കൂൾ അവധി, അപ്പൊ കൊച്ചവളുടെ അമ്മ വീട്ടിലോട്ട് പോയി. ഞാൻ പറഞ്ഞു ഏപ്രിൽ മെയ് അവധിക്ക് വാ ഇങ്ങോട്ട്, അതിൽ ഒരു മാസം വാ, ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ കൊതിയായിട്ട് പപ്പായോടും മമ്മിയോടും പറഞ്ഞു, വാ നമുക്ക് അബുദാബി വന്ന് ഒരു മാസം നിന്നിട്ട് പോകും ഞങ്ങളുടെ അടുത്ത് എന്ന് പറഞ്ഞു. അവര് ജന്മം ചെയ്താൽ വരികയല്ലോ. ഞാൻ ഇന്ന് ഒരു മാസം വന്ന് നിൽക്കുക, നമുക്ക് അവരുടെ ഒരു മാസം പോയി നിൽക്കാൻ പറ്റില്ല, കാരണം നമ്മൾ ജോലിയായിട്ട് തിരക്കാണ്. അപ്പൊ അവർക്ക് ഇവിടെ വരാല്ലോ, ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷെ അവർക്ക് മടിയാ ഇപ്പൊ വരാനായിട്ട്. ഓ ഞങ്ങളൊന്നും ഇല്ലാന്ന് പറയും. നമ്മളിപ്പോ എന്നെ ചെയ്യുന്നത്, എന്റെ വീട്ടില് ഞങ്ങൾ 3 മക്കളാണ്, 3 പേരും വിദേശത്ത്, അപ്പനും അമ്മയും തന്നെയുള്ള നാട്ടില്. അപ്പൊ നമുക്ക് ഈ ജോലി എന്താ പറയുന്നത്, അതല്ല ഇപ്പൊ ഞാൻ നേഴ്സായിട്ട്, എന്റെ പ്രൊഫഷൻ നേഴ്സിംഗാ, ഞാൻ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നത്, എനിക്ക് ഇഷ്ടമായിട്ടാണോ ഞാൻ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നത്? നമ്മുടെ നാട്ടിൽ ഈ ശമ്പളമൊക്കെ കിട്ടുവാണെങ്കിൽ നമ്മൾ ആരെങ്കിലും ഇവിടെ ഇതെല്ലാം കളഞ്ഞിട്ട് ഇവിടെ വന്ന് പണിയെടുക്കുമോ? നാട്ടിലല്ലേ സുഖം, ഇവിടെ വന്ന് അടിമപ്പണിയും ചെയ്ത് അതിന്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ ഞാൻ പറഞ്ഞാൽ നമ്മുടെ സാഹചര്യം കൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ വന്നു പോകുന്നത്. ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നല്ലേ. പിന്നെ വേറൊരു വശമുള്ളത്, ഈ നമ്മളെ ഇപ്പൊ ഈ പേരൻസിന്റെ ഇഷ്യൂ വരുമ്പോ ആൾക്കാർ മുഴുവൻ ഒരു 95-96% ആൾക്കാർ, അല്ലെ 99% എടുത്തു, ആൾക്കാർ മുഴുവൻ കുറ്റം പറയുന്നത് മക്കളെ. എന്ത് ഇഷ്യൂ വന്നാലും അപ്പനും അമ്മയും മരിച്ചു, ഇനി അവരുടെ സ്വത്ത് മതി, അല്ലെ അപ്പനും അമ്മയും ജീവിച്ചിരുന്നപ്പോ അവരെ വേണ്ടായിരുന്നു, അവരുടെ സ്വത്ത് മതിയെന്ന്. ശരിക്കും പറഞ്ഞുണ്ടല്ലോ, പല കുടുംബങ്ങളിൽ അങ്ങനൊന്നും അല്ല നടക്കുന്നത്. നിങ്ങൾക്കറിയാവോ അപ്പനും അമ്മയ്ക്കും മക്കളെ വേണ്ടാത്ത എത്ര കുടുംബങ്ങളുണ്ടെന്ന് അറിയാവോ? എനിക്കറിയാം. മക്കള് പൊന്നുപോലെ അപ്പനെ അമ്മയെ നോക്കി അവരുടെ ജീവിതകാലം മൊത്തമുള്ള ആസ്തി എല്ലാം നാട്ടിൽ അവരുടെ അക്കൗണ്ടിൽ അയച്ചും കൊടുത്ത് അവരുടെ സ്വർണവും അവരുടെ സമ്പാദ്യവും എല്ലാം അപ്പന്റെ അമ്മയുടെ കയ്യിലാക്കിയിട്ട് അമ്മ മരിച്ചു കഴിഞ്ഞിട്ട് അപ്പൻ വേറെ വീട്ടിലെ ജോലിക്കാരിയെ കല്യാണം കഴിച്ച് വീടും പറമ്പും ഒക്കെ വേലക്കാരിക്ക് എഴുതിയും വെച്ചു കൊടുത്ത് ചരിത്രങ്ങളും ഉണ്ട്. എനിക്ക് നേരിട്ടറിയാവുന്ന, ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരുമായിട്ട് ഒരു ബന്ധമില്ല, ജീവിച്ചിരിക്കുന്നവരായിട്ട് നല്ല ബന്ധമുള്ള ആൾക്കാരാ. അപ്പൊ നമുക്ക് എപ്പോഴും മക്കളെ കുറ്റം പറയാനൊന്നും പറ്റത്തില്ല. നമ്മൾ 100% കൊടുത്ത് നമ്മൾ ജീവന തുല്യം സ്നേഹിച്ച നമ്മുടെ പേരൻസ് 1% പോലും നമുക്ക് സംശയമില്ലാതെ നമ്മൾ സ്നേഹിച്ചവരാ, അതല്ല നമ്മൾ വിശ്വസിച്ചവരാ. നമ്മളെ ചതിച്ച്, അതും 10-74 വയസ്സുള്ളപ്പോ, അങ്ങനെയുള്ളവരും ഉണ്ട്. അതുകൊണ്ട് നമുക്കിപ്പോ ഒരു കാര്യം കാണുമ്പോ കണ്ണടച്ച് മക്കളെ തന്നെയൊന്നും കുറ്റം പറയാൻ പറ്റത്തില്ല. ഈ നാട്ടില് പുറം രാജ്യങ്ങളിൽ കിട്ടുന്ന ശമ്പളവും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് ആരും ഇട്ടിട്ട് പോകുന്ന ഈ പേരൻസിനെയൊക്കെ ആരും ഇട്ടിട്ട് പോവല്ല. പിന്നെ ചില പേരൻസിനെ സത്യം പറഞ്ഞ് സഹിക്കാൻ മേലാതെ പുറത്തു പോകുന്നവരുണ്ട് കേട്ടോ. കുടുംബജീവിതമായിട്ട് ഒരു രീതിയിൽ നാട്ടിലല്ല പേരൻസിന് അടുത്ത് നിൽക്കാൻ പറ്റാത്തവര്. അങ്ങനെയുള്ളവരെ നമ്മൾ മനസ്സിലാക്കണ്ടേ. ഇതെല്ലാം നമ്മുടെ നാട്ടിൽ നടക്കുന്നല്ലേ. അല്ലാതെ ഒരു പ്രശ്നം നടക്കുമ്പോൾ മക്കളെ മാത്രം കുറ്റം പറഞ്ഞ് പേരൻസിനെ, പണ്ടൊക്കെ സത്യം പറഞ്ഞ എനിക്ക് ഈ നമ്മുടെ ഈ എന്താ പറയുക, ഈ ഓരോ അനാഥാലയത്തില് പേരൻസ് തന്നെ താമസിക്കുന്നു, നല്ല സങ്കടമുള്ള ബീജം ഒക്കെ ഇട്ടിട്ട് എനിക്കും സങ്കടം വരുന്നു, ഞാനും കരഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഉണ്ടല്ലോ, അത് കാണുമ്പോൾ എനിക്ക് കരയാറില്ലെന്നല്ല, ഞാൻ ചിന്തിക്കാറുണ്ട്. ചിലരുടെ കഥ കേൾക്കാം, 4 മക്കളുണ്ടായിരുന്നു, എല്ലാരും ഗവൺമെന്റ് ജീവനക്കാർ, എല്ലാരും നല്ല വെൽ സെറ്റിൽഡ്. പക്ഷെ അപ്പനെ അമ്മയല്ല, അമ്മനെ ഉപേക്ഷിച്ചു, അമ്മ അനാഥാലയത്തിൽ നിന്ന്. അപ്പൊ ഞാൻ വിചാരിക്കും, ആ അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നം കാണത്തില്ലേ? 4 മക്കളും എങ്ങനെ ഒരു അമ്മേനെ ഉപേക്ഷിക്കുന്നത്? അപ്പൊ അമ്മ ആയ കാലത്ത് 4 മക്കൾക്കും സമാധാനം കൊടുക്കാത്തോണ്ടല്ലേ? ആമക്കളും പെമ്മക്കളും ഒക്കെ ഉള്ള അപ്പനും അമ്മയൊക്കെ എന്തോരം ആൾക്കാർ അപ്പനെ അമ്മ പൊന്നുപോലെ നോക്കുന്നവരുണ്ട്. അതൊന്നും ആരും എടുത്തു പറയത്തില്ല. പക്ഷെ ഇങ്ങനെ റെയർ ആയിട്ടോ വല്ല കേസും ഒക്കെ വന്നു കഴിയുമ്പോ എല്ലാ മക്കൾക്ക് കുറ്റം. ഇത് കണ്ടപ്പോ എനിക്കൊന്ന് പറയണമെന്ന് തോന്നി കേട്ടോ. അനുഭവം ഉള്ളതുകൊണ്ട് പറഞ്ഞാണേ. നമുക്ക് ആരെയും ഇന്നത്തെ കാലത്ത് സത്യം പറഞ്ഞ ഒരു മനുഷ്യനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. എല്ലാരും കാശിന് വേണ്ടിയിട്ടാ. അത് സ്വന്തം അപ്പനായാലും ശരി, അമ്മയായാലും ശരി, സഹോദരങ്ങളായാലും ശരി, ഒരു പരിധി വിട്ട് ആരെയും നമ്മൾ ട്രസ്റ്റ് ചെയ്യരുത്. നമ്മളെ എന്താ പറയുന്നത്, ആൾക്കാർ ചൂഷണം ചെയ്യുവാൻ നമുക്ക് മനസ്സിലാവുന്ന ഒരു ഫേസ് ഉണ്ടല്ലോ, ആ ഫേസ് തൊട്ട് നമ്മളൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തേക്കണം. കാശൊക്കെ ആണല്ലോ, നമുക്കറിയാലോ നാട്ടിൽ ചെലവിന് എത്ര രൂപ വരുമെന്ന്. ഒരു പരിധി കൂടുതലൊന്നും ആർക്കും അയച്ചു കൊടുക്കരുതെന്നേ. അതല്ലേ കുറച്ച് കഴിയുമ്പോൾ ഇവര് കാശിനെ മാത്രമേ സ്നേഹിക്കുള്ളൂ, നമ്മളെയൊക്കെ ചണ്ടി പോലെ വലിച്ചെറിയും. ഇതെനിക്കത് പറയണമെന്ന് തോന്നി. ഇത് പറഞ്ഞിട്ട് ഞാൻ ഏറെ കയറുന്നെങ്കിൽ അങ്ങ് ഏറെ കയറട്ടെ. ഞാൻ ശൂന്യാകാശത്തോ ബഹിരാകാശത്തോ ഒക്കെ പോയിട്ടുണ്ട്. അത്രയും പറഞ്ഞ സമയം കൊണ്ട് ഇത്രയും കപ്പളങ്ങ നോക്കി ചെത്തിക്കഴിഞ്ഞു. അപ്പൊ ശരി, എന്നാ പോയിച്ചു വരാം.